പരിധിവരെ അതിൽ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്ത്രീകളെ കാര്യം എടുക്കുക, മഹ്റമില്ലാതെ ഈ കെട്ടല്ല ഹറാമില്ലാത്ത ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ കൂടെ ആരെങ്കിലും ഒരാൾ വേണം. ഒന്നിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ മാതാവ്, പിതാവ്, സഹോദരൻ, ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടിയിരുന്നു. ഇന്നത് മാറി സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, മറ്റു കോളേജിലേക്ക്. ഇപ്പോൾ ഖദീജ മുംതാസിൻ്റെ നോവലിൽ അദ്ദേഹം ആ പഴയ കാലത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, കോളേജിലേക്ക് പോകുന്നത് വളരെ സൂക്ഷിച്ചായിരുന്നു. കാരണം ആരെങ്കിലും കണ്ടാൽ ആക്ഷേപിക്കും, വിമർശിക്കും, പ്രശ്നങ്ങളുണ്ടാകും. ഈ ഒരു സാഹചര്യം ഇന്ന് എങ്ങനെയോ മാറി. അത് മതം മാറ്റിയതല്ല, സമൂഹത്തിൻ്റെ വളർച്ചയിൽ മതനിയമങ്ങൾ അപ്രസക്തമായി പോയി എന്നതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ മലാല യൂസുഫ്സായി പാകിസ്ഥാനിലെ സ്വാദ് തായ്വരയിലുണ്ടായ ഒരു സംഭവം. സ്ത്രീകൾ ഇപ്പോൾ നമുക്കറിയാം, കെ പി ഉമ്മറിൻ്റെ ഇയാളുടെ ആ നാടകത്തിൽ അയാൾ പറയുന്നുണ്ട്, അയാൾ യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ്മാനായിരുന്നു. അയാൾ കത്തുമായി മുസ്ലിം വീടുകളെ മുറ്റത്ത് ചെന്ന് ഇങ്ങനെ ബെല്ലടിച്ചാൽ സ്ത്രീകളാണ് വീടിൻ്റെ അകത്തെങ്കിൽ ശബ്ദിക്കില്ല, മിണ്ടാണ്ടിരിക്കും. ആണുങ്ങളുണ്ടെങ്കിൽ അവിടെ ആളുണ്ട് എന്ന് പറയും. അപ്പം എന്താ സ്ത്രീകൾ അത് ശബ്ദിക്കാത്തെന്താ? സ്ത്രീകളുടെ ശബ്ദം ഹറാമാണ് എന്നായിരുന്നു ഇവിടുത്തെ സമൂഹം വിശ്വസിച്ചിരുന്നത്. സ്ത്രീകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു. അവൾ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടേണ്ടവളാണ് എന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് എനിക്കൊക്കെ തന്നെ ഓർമ്മയുണ്ട്, മദ്രസകളിൽ പരീക്ഷ നടത്തുമ്പോൾ സ്ത്രീകൾക്ക് വാചികമായ പരീക്ഷക്കാർ, ചോദ്യോത്തരം എഴുതലല്ല, ചോദിക്കുക പറയാം. ആണുങ്ങൾക്ക് ആൺകുട്ടിയൊക്കെ എഴുത്ത് പരീക്ഷ. സ്ത്രീകളെ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പഠിപ്പിക്കാറില്ല. അവർ 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാറില്ലായിരുന്നു. അവിടെ നിന്നും മാറി ഇന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം വന്നു. ഇപ്പോൾ ഈ മലാല യൂസുഫ്സായി തന്നെ ഇപ്പോൾ താലിബാൻ പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമാണ്. അവർ പറയുന്നത് എന്താണ്? സ്ത്രീ വിദ്യാഭ്യസിച്ചുകൂടാ, അത് നാശത്തിനാണ്. ഖുർആനിൽ പറയുന്നത് സ്ത്രീകളോട് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാനാണ്. അവൾ വീട് ഭരിക്കേണ്ടവളാണ്, സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. ഇതാണ് താലിബാൻ പറയുന്നത്. താലിബാനുള്ള അവലംബം ഖുർആനും ഹദീസുമാണ്. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നവർ ഇന്ന് പറയുന്നത് മലാല യൂസുഫ്സായിയെ പോലുള്ള ധീരമായി രംഗത്ത് വരുന്ന സ്ത്രീകൾ വേണം എന്നിപ്പോൾ ഇവർ പറയുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഹറാമാണെന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. ഫറോക്കിൽ വെച്ച് തീരുമാനത്തിൽ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് തന്നെ മുസ്ലിം സമൂഹം എതിരായിരുന്നു. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ, മലയാളം ആര്യൻ ഭാഷ, ഹിന്ദുക്കളുടെ ഭാഷ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോൾ ആളുകളൊക്കെ വിദ്യാഭ്യസിക്കുന്നത് മതം പറഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ പറയുന്നത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് എന്നാ. മുന്നിലൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിക്കുമെന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കാനാ, അല്ല വേറെ ഏതെങ്കിലും ചായ ജ്യൂസ് എടുത്ത് കുടിക്കാനല്ല. ഒരാളെ മുന്നിൽ ഒരു വെള്ളം കൊണ്ടുവച്ചിട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കാനാണ്. ഇവർ പറഞ്ഞ ഇഖ്റ എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്ത് വായിക്കാനാണ് പറഞ്ഞത്. ഖുർആൻ എടുത്ത് വായിച്ചാൽ സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തോട്ട് പോവില്ല എന്നാണ്. സ്ത്രീകൾ വിദ്യാഭ്യസിക്കില്ല എന്നാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു നിലക്കും അനുവദിച്ചിട്ടില്ല. ഇന്നും മുസ്ലിം ലീഗിൻ്റെ MP-മാരും MLA-മാരും ഇല്ല. പഞ്ചായത്തിൽ 33 അല്ല 50% വന്നപ്പോൾ നിർഭാഗ്യവശാൽ സമ്മതിച്ചു കൊടുക്കുകയാണ്. ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറാതൻ, സ്ത്രീ ഭരണരംഗത്തേക്ക് വന്നാൽ ആ നാട് മുടിഞ്ഞുപോയി എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. പാകിസ്ഥാനിലെ ബാനസീർ ഭൂട്ടയെ കൊന്നത് ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സാമൂഹിക അന്തരീക്ഷത്തിൽ മതേതരത്വം വേണമെന്ന് പറയുന്നത് മതങ്ങളുടെ ഈ ശല്യമാണ്. വ്യക്തി ജീവിതത്തിൽ ഉണ്ടായാൽ മതി, പക്ഷേ വ്യക്തി ജീവിതത്തിൽ മതങ്ങൾ പറയുന്ന സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. നമ്മൾ വെറുതെ പറയാണ്, നിസ്കരിക്കുന്നവർ നിസ്കരിച്ചോട്ടെ, നിസ്കരിക്കാത്തവർ നിസ്കരിക്കേണ്ട എന്ന സമീപനമല്ല. മതം കർശനമായി സ്വീകരിക്കുന്നവൻ സാമൂഹ്യത്തിൽ വലിയ വിപത്തുണ്ടാക്കി തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കുലറിസം വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വേണമെന്ന് പറയുന്നത്. ഇത് ഇസ്ലാമുമായി ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. മറ്റൊന്ന് രാഷ്ട്രീയ രംഗത്താണ് സെക്കുലറിസം വേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം,
ഇന്ത്യയുടെ ഭരണം ഞാൻ പറഞ്ഞല്ലോ സെക്കുലർ രാഷ്ട്രമാണെന്നുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ളതുപോലെ തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. എന്താണ്? മതനേതാവ് തന്നെയായിരുന്നു രാഷ്ട്രീയ നേതാവ്. മുഹമ്മദ് നബി അദ്ദേഹം മതനേതാവുമാണ്, അതോടൊപ്പം രാഷ്ട്രീയ നേതാവുമായിരുന്നു. അത് കഴിഞ്ഞ് 4 ഖലീഫമാർ, അങ്ങോട്ട് ഉമവിയാക്കൾ, അബ്ബാസിയാക്കൾ, ഉസ്മാനിയാക്കൾ, ഫാത്തിമിയാക്കൾ ഇങ്ങനെ തുടങ്ങി വന്ന് തുർക്കിയിലെ കമാൽ ഭാഷ, അത്താവുത്തുർക്ക് കമാൽ ഭാഷ ഖിലാഫത്ത് പ്രസ്ഥാനം അസ്തമിക്കുന്നത് വരെ ഭരണനേതാവും രാഷ്ട്രീയ നേതാവും ഒന്ന് തന്നെയായിരുന്നു. ഇന്ന് നാം എത്തി നിൽക്കുന്നത് കേരളത്തിലെ സാഹചര്യം, മതനേതാക്കളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. എങ്ങനെയാണ് മതത്തെ മാറ്റി നിർത്തുക രാഷ്ട്രീയത്തിൽ നിന്ന്? 1996 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അജണ്ട ഒന്ന്, മുസ്ലിങ്ങൾക്കൊരു ഭരണം, മുസ്ലിങ്ങളുടെ രാജ്യം. ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ അസ്തമിച്ചപ്പോൾ മുസ്ലിങ്ങൾ 800 വർഷം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഭരണം ആവശ്യമാണ്, അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് 1996 മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. അവരിന്ന് 1906 അവിടെ നിന്ന് ഇങ്ങോട്ട് മുസ്ലിം ലീഗ് ഭിന്നിച്ചും ചിന്നിച്ചിതറിയുമൊക്കെ വളർന്നിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെത്തിപ്പെട്ടു. 20 വർഷം കഴിഞ്ഞിട്ട് ഭാരത ജനതാ പാർട്ടി ഉണ്ടായിട്ട് അവർക്ക് എന്തുകൊണ്ട് കേരളത്തിൽ പറയത്തക്ക വിധത്തിൽ ഒരു സ്റ്റാൻഡില്ലാത്തത്? ഹിന്ദുക്കളെ കൂട്ടത്തിൽ 60 അല്ല 80% ആളുകളും സെക്കുലർ ചിന്താഗതിക്കാരാണ്. ഹിന്ദു ഭരണമോ? പാടില്ലത്. മതേതര ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ഭാരതത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി തമ്മിലുള്ള ഭരണമാണ്, സൗഹാർദ്ദമാണ് എന്ന് ഹിന്ദുക്കൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാണ് മുസ്ലിം ലീഗ് ഭരണരംഗത്തെത്തിയത്. ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് മാത്രമല്ല, ഹിന്ദുക്കൾ തന്നെ അറിഞ്ഞും അറിയാതെയുമൊക്കെ പരസ്യമായി ഹിന്ദു വർഗീയവാദത്തെ ആക്ഷേപിക്കുമ്പോൾ മുസ്ലിം വർഗീയതയെ അത്ര കണ്ട് വിമർശിക്കാറില്ല. ഇത് മുസ്ലിങ്ങൾക്ക് വളരാൻ ഒരു കാരണമായി. ഇന്ന് മുസ്ലിം ലീഗ്, പോപ്പുലർ ഫണ്ട്, വെൽഫെയർ പാർട്ടി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവർ രാഷ്ട്രീയ പാർട്ടികളായി രംഗത്ത് വന്നവരാണ് ഇവരൊക്കെ. അല്ലാത്തവർ നോക്കൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. മാറി മാറി വരുന്ന ഭരണകക്ഷികൾക്ക് കൊടിയുടെ നിറം നോക്കിയിട്ട് അദ്ദേഹം പറയും, ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങളെയും സഹായിക്കും എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം നിരത്തും. ആര് മാറി വന്നാലും അദ്ദേഹത്തിന് നേട്ടമുണ്ട്. അവിടെ +2, ഇവിടെ ഡിഗ്രിക്ക് സംവിധാനം, എല്ലാ സംവിധാനവും അദ്ദേഹത്തിനുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വരുന്നത് അവർക്ക് നേട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്, പോപ്പുലർ ഫണ്ടിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്, ലീഗിൻ്റെ പേരിൽ ഇസ്ലാമാണ് വളരുന്നത്. മതേതര ജനാധിപത്യ രാജ്യത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വിഷയം, അറബി ഭാഷാ പഠനം, ഉറുദു ഭാഷാ പഠനം എന്ന പേരിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞ ഭാഷയല്ലേ, ഭാഷയിലുള്ളത് ഖുർആനാണ് പഠിപ്പിക്കുന്നത്, ഹദീസാണ് പഠിപ്പിക്കുന്നത്. സർക്കാരിൻ്റെ ചെലവിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അറബി ഭാഷ പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കാനാണ്, ഇസ്ലാം മതം പഠിപ്പിക്കാനാണ് ആ കാശ് കൊടുക്കുന്നത്. അറബിക് കോളേജുകൾ സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഇവിടെ ഒക്കെ പഠിപ്പിക്കുന്നത് വെച്ചാൽ എല്ലാ മതവും പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്, എല്ലാ മതവും പഠിപ്പിക്കുക, അല്ലെങ്കിൽ മതനിരാസവും പഠിപ്പിക്കുക. മതം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മതത്തെ വിമർശിച്ചുകൊണ്ടുള്ളൊരു സംവിധാനം കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുഞ്ഞു കുട്ടികളിൽ മദ്രസ നവീകരണ സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റേത്. എന്താണത് നവീകരണം? കൂടുതൽ തീവ്രവാദികളാക്കുക. ഇപ്പോഴുള്ളത് കത്തി വാങ്ങാനുള്ള ഒരു ആയുധം വാങ്ങാൻ പറയുന്നത് ആധുനിക സംവിധാന യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുക. എന്താണ് മദ്രസ നവീകരണം? എല്ലാം ഈ മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത്? ഇതിനൊരു സമിതി നിശ്ചയിച്ചിട്ട് അതിന് പറ്റിയൊരു എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ? അവിടെ പഠിപ്പിക്കുന്നത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ അവിടെ പറയുന്ന കാര്യങ്ങളും നമുക്ക് സമൂഹത്തിൽ പറയാൻ കഴിയുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് എന്തോ പഠിപ്പിച്ചോട്ടെ, പക്ഷെ അതിനേക്കാൾ വലുത് എൻ്റെ മതം മാത്രം നല്ലത്, എൻ്റെ ദൈവം മാത്രം ശരിയായ ദൈവമെന്ന് കുഞ്ഞു മനസ്സിൽ കയറിപ്പറ്റിയാൽ അവൻ്റെ മനസ്സിൽ നിന്നത് എടുത്തു മാറ്റാൻ കഴിയില്ല. നമ്മൾ എന്തൊക്കെ നിയമം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം?
നോക്കൂ, മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, മത രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുണ്ടായ ഭവിഷ്യത്ത്, മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ ഒരു അധ്യാപകനെ തല്ലിക്കൊന്നു, ഒരുപാട് അധ്യാപകരെ പീഡനമേൽപ്പിച്ചു, തെരുവുകളിൽ വിപ്ലവമുണ്ടാക്കി, എത്രങ്ങാനും പുസ്തകങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി, പൊതുമുതൽ നശിപ്പിച്ചു. എന്താ കാരണം? സ്കൂളിലുള്ള ഒരു അറബി പാഠപുസ്തകത്തിൻ്റെ കഥ മറ്റൊരു രീതിയിലാണത്, അതാരും ചിന്തിക്കുന്നില്ല. വേറൊരു മലയാള പുസ്തകമായതുകൊണ്ട് അതിൽ മതമില്ലാത്ത ജീവൻ, അങ്ങനെയൊന്നും പാടില്ല. ഇങ്ങനെ ഒരു ഗുണ്ടായിസം കാണിക്കുന്നു. ഇതിന് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഏത് അനുച്ഛേദം വെച്ചുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്? ഇതിന് ഒരു പരിധിവരെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ മാത്രം കുറ്റമല്ലല്ലോ. എല്ലാ രംഗത്തും ഇത് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹജ്ജിൻ്റെ സബ്സിഡി, ഒരു തീർത്ഥാടനത്തിന് കാശുള്ളവർ പോയാൽ പോരെ, സർക്കാരിൻ്റെ കാശെടുത്തിട്ടാണ് ഇതിന് വിനിയോഗിക്കുന്നത്. ഇങ്ങനെ മതത്തെ വളർത്താൻ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളെ വളർത്താൻ ഭരണഘടന അനുവദിക്കുന്നില്ലെങ്കിലും എങ്ങനെയോ ഇന്ന് മതരാഷ്ട്രവാദക്കാർ അതിൻ്റെ വള്ളി പിടിച്ചു പറ്റിയിരിക്കുന്നു. ഇത് മതരാഷ്ട്രത്തിനെതിരാണ്, മതേതരത്വത്തിനെതിരാണിത്. മാത്രമല്ല, ഈ പാഠവിഷയങ്ങൾ മാത്രമല്ല, എല്ലാ രംഗത്തും മതരാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ട്. ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു സദാചാര ഗുണ്ടായിസം, ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ജാമ്യം അനുവദിക്കുന്ന പോലീസിലേക്ക് ഇവർ വിളിച്ചു പറയുക, ഇന്നയാളെ ജാമ്യത്തിലിറക്കണം, അല്ല ഇന്നയാളെ വിട്ടേക്കണം എന്ന് പറഞ്ഞു. അവൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നല്ല അവിടെ പരിശോധിക്കുന്നത്, നമ്മളെ കക്ഷിനെ രക്ഷിക്കുക എന്നുള്ളടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെയാണ് സെക്കുലർ ചിന്താഗതിയും സെക്കുലർ സമൂഹവും സെക്കുലർ രാഷ്ട്രവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇത് നമുക്ക് എത്രത്തോളം ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കാൻ കഴിയും? ഈ മൂലക്കരുന്ന് നാലാൾ പറഞ്ഞാൽ നടപ്പിലാകുമോ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്രത്തോളം അവർ വളർന്നിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഭരണകക്ഷിക്ക് ഭരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഭരണമല്ല വലുത്, ആദർശമാണ് വലുതെന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി ചിന്തിക്കുമോ? വിദ്യാഭ്യാസ രംഗത്തൊരു പുതു സംവിധാനം, ശാസ്ത്രബോധവും യുക്തിചിന്തയും വളരുന്നൊരു വിദ്യാഭ്യാസ സംവിധാനം, മതങ്ങളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുക, മതങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടുകൂടാ, മതമില്ലാത്തൊരു സംവിധാനമായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ടത് എന്നെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല? അങ്ങനെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഒരു മതത്തിന് നമ്മൾ അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ അവകാശങ്ങൾ നിനക്ക് പോലും മതം പഠിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിനും ആ ചാൻസ് വേണം, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിനും വേണം, അല്ലെങ്കിൽ പരസ്പര വിദ്വേഷം വരും. മതം തന്നെ പഠിപ്പിച്ചുകൂടാ, പക്ഷേ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒക്കെ എല്ലാം കൂടി പഠിപ്പിക്കുക എന്നുള്ള സംവിധാനമില്ലെങ്കിൽ അത് അപകടമായി തീരും. മാറാട് കലാപം, നമുക്കതിൻ്റെ ഒരു ഭവിഷ്യത്താണത്. മാറാട് ഒരു മുസ്ലിം ലീഗുകാർ കൂടി മദ്യം പറഞ്ഞപ്പോൾ മാപ്പിള സ്കൂൾ വേറെ ഹിന്ദു സ്കൂൾ വേറെയായി വേർതിരിച്ചുകൊണ്ടാണ് മദ്യം പറഞ്ഞത്. എന്തിനാ അവിടെ അങ്ങനെ ഒരു മദ്യം പറഞ്ഞ്? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കട്ടെ, അങ്ങനെ മതേതരത്വം അവിടെ വരട്ടെ. എന്തുകൊണ്ട് മുസ്ലിം ലീഗുകാർ ചിന്തിച്ചില്ല? ഇവിടൊക്കെയാണ് നമ്മൾ മതേതര രാഷ്ട്രീയം, മതേതരത്വം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്ത് പോവേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇസ്ലാം മതം ഏത് രീതിയിലായാലും ഇത് അനുവദിക്കുന്നില്ല. മറ്റു മതങ്ങളൊക്കെ സ്ഥിതി തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇസ്ലാം മതം ആയതുകൊണ്ട് ചേർത്ത് പറയുന്നേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ ഉള്ള ചർച്ച എന്താ? തിരുവനന്തപുരത്തെ ആ അമ്പലത്തിലുള്ള സ്വത്തൊക്കെ പൊതു ഖജനാവിലേക്ക് ഏൽപ്പിക്കണം. അതേമാതിരി അത് പറയുന്ന ആളുകൾ ഇവിടെ വഖഫ് സ്വത്ത് എന്തേ സർക്കാരിൽ ഏൽപ്പിക്കാൻ പറയാത്ത? കോടിക്കണക്കിന് സ്വത്തുകളുണ്ട്, വഖഫിൻ്റെ സ്വത്തുകൾ. അത് വിറ്റും മുടിച്ചും അങ്ങോട്ടാക്കിയിട്ട് സമൂഹം കഴിഞ്ഞുകൂടുന്നുണ്ട്. മതങ്ങളുടെ എല്ലാ സ്വത്തും സർക്കാരിൽ ഏൽപ്പിച്ചിട്ട് സർക്കാർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? തിരുവനന്തപുരമുള്ള ആ സ്വാമില്ല കോടിക്കണക്കിനുള്ള കാശുണ്ട്, അവിടെ ആഭരണമുണ്ട്, ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളുടെ ആ സ്വർണത്തിൻ്റെ സംവിധാനമുണ്ട്. അതൊക്കെ എന്ത് വേണം? അത് ഹിന്ദുക്കൾക്കിടയിൽ മാത്രം വിനിയോഗിച്ചാൽ ഹിന്ദുക്കൾ എന്തോ ആയിപ്പോവും എന്നൊരു ധാരണ. അപ്പോൾ അവിടെ പറയാം അത് എല്ലാ പൊതു ഖജനാവിലേക്ക് ഏൽപ്പിക്കണം, അതിൽ സുപ്രീം കോടതി ഇടപെടണം. ഇത് പറയുന്ന ആളുകൾ, നമ്മൾ പറയുന്നത് വെച്ചാൽ അത് ഏൽപ്പിക്കേണ്ട സംഗതി തന്നെയാണ്. പിന്നെ ഏത് അമ്പലത്തിലെ കാശായാലും പള്ളിയിലെ കാശായാലും ചർച്ചിൻ്റെ കാശായൊക്കെ തീരുമാനിക്കേണ്ടത് പൊതു സംവിധാനത്തോടു കൂടി തന്നെയായിരിക്കണം, ഭരണരംഗത്തോടു കൂടിയായിരിക്കണം, ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണം. നല്ല സംവിധാനമാണ്. പക്ഷെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പറഞ്ഞുകൂടാ, അത് കാപട്യമാണ്. അങ്ങനെ
ഇത് പറയുമ്പോൾ നമുക്കൊരു മതത്തോടും വിദ്വേഷമില്ല, മതരഹിതമായി ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. പക്ഷെ ഇത് സമൂഹത്തിൽ ഒരുപാട് വിപത്തുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും മതത്തിൻ്റെ ഈ കൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ചെയ്യാൻ കഴിയുന്നത്, ഒന്ന്, സമൂഹത്തെ ബോധവൽക്കരിക്കുക. സെക്കുലറിസം എന്നാൽ എന്താണ്? സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മതമില്ലാത്ത നല്ലവരായി ജീവിക്കാനുള്ള ചുറ്റുപാട് സാധ്യമാണ്. മതത്തിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഈ സദാചാര ഗുണ്ടായിസമൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണ്ടായിസങ്ങൾ അതിൽ വരുന്നത് മതത്തിൻ്റെ ഈ കാര്യത്തിൽ നിന്നാണ്. മതമില്ലാതെ നല്ലവരായി ജീവിക്കാൻ ധാരാളം കഴിയും എന്നവരെ ബോധ്യപ്പെടുത്തണം. 2, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ സെക്കുലറിസത്തിൻ്റെ തനി പകർപ്പ്, തനി ആശയം ശരിയായ വിധത്തിൽ ബോധ്യപ്പെടുത്തണം. ഇതിനിവിടെ ഇടതും വലതും ശ്രമിക്കാത്തത് എന്താണെന്നറിയാം? അവർക്ക് ഭരിക്കേണ്ടതുകൊണ്ടാണ്. അവർ സെക്കുലറിസത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് വിശദീകരിക്കാൻ അവർ ചങ്കൂറ്റമുള്ളവരുണ്ട്, വിഷയപാഠവമുള്ളവരുണ്ട്, പ്രഗത്ഭരായ പ്രാസംഗികന്മാരുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നില്ല? അത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്. ഒന്നിരിക്കൽ വ്യാഖ്യാനിക്കുമ്പോൾ സത്യസന്ധമായി വ്യാഖ്യാനിക്കേണ്ടി വരും, പറയേണ്ടി വരും, അല്ലെങ്കിൽ വളച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ശരിയായ രീതിയിൽ സെക്കുലറിസം നടപ്പിലാക്കാൻ നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ സെക്കുലറിസം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ മതേതര ജനാധിപത്യ രാജ്യത്ത് ചില മതസംഘടനകൾ മതേതരത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, പൊതുസമൂഹത്തിൽ ഒരു മാർക്കറ്റ്, ഞങ്ങളും മതേതരമായി വാദിക്കുന്നവരാണ്. പക്ഷേ ഇതേ വാദം പാകിസ്ഥാനിൽ ചെന്ന് പറയുന്നില്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ വാദം പാകിസ്ഥാനിൽ ചെന്നിട്ട് പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, അവർക്ക് അവകാശം വേണ്ടേ? ആ അവകാശം എന്തേ പറയാത്തത്? അവിടെ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഉണ്ടോ? അവരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതാരറിയുന്നു? പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്നവർക്ക് വരെ സ്വസ്ഥമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടല്ല അകത്തുള്ളവരുടെ ന്യൂനപക്ഷത്തിൻ്റെ കഥ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അവരിന്ന് ഉയർന്നു നിൽക്കുന്നു. അതിൽ നമുക്ക് അസൂയയല്ല, പക്ഷേ അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ്. മതത്തിൻ്റെ പേരിലായതുകൊണ്ട് സെക്കുലറിസം ചിന്തിക്കുന്നത് മതരഹിതമായൊരു സമൂഹം, മതരഹിതമായൊരു വ്യക്തി, മതരഹിതമായൊരു രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ ആരെയും ന്യായീകരിക്കേണ്ടതില്ല, ആർക്കും വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതില്ല. മതം തുന്നിച്ചേർക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നോക്കൂ, ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. മതത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സാഹചര്യം നോക്കൂ. ഇപ്പോൾ പുള്ളി പറഞ്ഞല്ലോ പ്രവാചകൻ നിന്ന ഈ സംഭവം ഒന്ന് വിലയിരുത്തി നോക്കൂ. എന്താ ഈ സംഭവം? മുസ്ലിങ്ങൾ തന്നെയാണ് ഈ പ്രവാചകൻ നിന്ന ചെയ്യുന്നത് കേട്ടോ. ഒരു വസ്തുത ഞാൻ പറഞ്ഞുതരാം. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല പ്രവാചകൻ ഇന്ന് അധികം ചെയ്യുന്നത്. അതെങ്ങനെയാ? ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു ചെറിയൊരു ക്രിസ്ത്യാനി പെൺകുട്ടി, 12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ഖുർആൻ കത്തിച്ചു, ഖുർആൻ നിലത്ത് മോശമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ പെൺകുഞ്ഞിനെ ജയിലിലടച്ചു, ഒരുപാട് പീഡനം അനുഭവിച്ചു. അതിന് പിന്നിൽ പഠനങ്ങൾ വന്നപ്പോൾ ഒരു മുസ്ലിം പുരോഹിതനായിരുന്നുവത്രേ അത് ചെയ്തത്. അതെന്തിനാ ഒരു മുസ്ലിം പുരോഹിതൻ അങ്ങനെ ചെയ്തത്? അതുപോലെ ഡെൻമാർക്ക് പത്രത്തിലെ കാർട്ടൂൺ വിവാദം, അതും അവസാനം ചെന്നിപ്പെട്ടത് ഒരു മുസ്ലിമിലേക്കായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക നിന്ന, പ്രവാചക നിന്ന എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ അവസാനമായി എത്തിപ്പെടുന്നത് മുസ്ലിങ്ങളിലേക്കാകുമ്പോൾ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? മുസ്ലിങ്ങൾ മനഃപൂർവ്വം പ്രവാചകനെയോ ഖുർആനെയോ നിന്ദിക്കുമോ? എന്താണ് സംഭവം? അത് തീവ്രവാദികളായ മുസ്ലിങ്ങൾ ചെയ്യുന്നൊരു സംഭവമാണത്. എന്തിനാണത്? തീവ്രമായി ചിന്തിക്കാത്ത മുസ്ലിങ്ങളെയും കൂടി തീവ്രമായി ചിന്തിക്കുന്നവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ അവർ ചെയ്യുന്ന ഒരു കുതന്ത്രമാണത്. പ്രവാചകനെ നിന്ദിച്ചു, അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരിക. ഇസ്ലാമിനെ നിന്ദിച്ചു, ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞ് നാട്ടിൽ വിപ്ലവമുണ്ടാക്കാൻ ഭീകരവാദികൾ ചെയ്യുന്ന ഈ പണിയിലേക്ക് മറ്റു മുസ്ലിങ്ങളെയും കൂടി പങ്കുചേർക്കാൻ, അവരെയും കൂടി വികാരം കൊള്ളിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പണിയാണ് ഈ ഇസ്ലാമിക നിന്ന, പ്രവാചക നിന്ന എന്നൊക്കെ പറയുന്നത്.
അല്ലാതെ വേറെ ഏതൊരു മതവിഭാഗം ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് പിന്നെ ഉടുതുണിയില്ലാത്ത ദൈവങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങളും സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ആരെങ്കിലും എഴുതുമ്പോഴേക്ക് വലിയ പ്രശ്നങ്ങളാകുന്ന എന്തുകൊണ്ടാ? മാത്രമല്ല, ഈ എഴുതിയവരൊക്കെ ഇവിടെ ഉണ്ട്. മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ, പ്രവാചകൻ മുഹമ്മദ് നബി മറ നീക്കിയപ്പോൾ എന്നുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. ഖുർആനിൽ നിന്നും ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ് ആ പുസ്തകം. ഈ പ്രവാചകൻ ഇന്നാന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയങ്ങ് പറയുന്നതല്ല, ഒരാളെ കുറിച്ച് ഉണ്ടാക്കിയങ്ങ് പറയുന്നതല്ല, ഉള്ളത് ചരിത്ര സംഭവങ്ങളിൽ നിന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ പറയുന്നത് ബുഖാരിയിലുള്ളൊരു ഹദീസാണ്. സംഗതി സംവിധായകനെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെങ്കിലും ആ സിനിമയിൽ വന്ന സംഭവം വസ്തുതയാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് അതിൽ പറയുന്നത്, അതിൽ പറഞ്ഞ് 9 വയസ്സായ ഒരു സ്ത്രീയെ മുഹമ്മദ് കല്യാണം കഴിക്കുന്നതാണ്. 6 വയസ്സ് എന്ന ചരിത്രകാരന്മാരിൽ ചിലർ ഉദ്ധരിച്ചിട്ടുള്ളത്. അതും 55 വയസ്സുള്ള മുഹമ്മദ് 6 വയസ്സുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുന്നതും 9 വയസ്സിൽ മണിയറയിൽ കൂടുന്ന രംഗമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. സൊഫിയയുടെ കല്യാണം ഒരു യുദ്ധത്തിൽ ഭർത്താവിനെയും മാതാവിനെയും പിതാവിനെയും എല്ലാവരെയും കൊന്നിട്ട് അന്ന് രാത്രി എനിക്ക് ദൈവം നിന്റെ വിവാഹം ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സഫിയ രാത്രി കല്യാണം കഴിക്കുകയാണ്. പാറാവ് നിർത്താൻ അബു അയ്യൂബിൽ അൻസാരി എന്ന തൻ്റെ സഹചാരിയെ നിർത്തുകയാണ്. ഇത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. ഇതാരെങ്കിലും സിനിമയാക്കിയാൽ എന്തിനാണ് അവനെ തലവെട്ടേണ്ടത്? ആദ്യം കത്തിച്ച് നശിപ്പിക്കേണ്ടത് ഈ ഖുർആനും ഈ ബുഖാരി മുസ്ലിമും പോലും ഇസ്ലാമിക ചരിത്രങ്ങളാണ് ആദ്യം നശിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതാരെങ്കിലും സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ചോ പറയുന്നതിനെ അല്ല കയ്യേറ്റം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ തകരാറാണ്. ഇസ്ലാമിൻ്റെ എല്ലാം ഓരോന്നോരോന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ബോധ്യമാകും ഇത് ഈ ആധുനിക സമൂഹത്തിൽ പറയാൻ പറ്റുന്ന സംഗതികളല്ല. എന്നിട്ട് പോലും എന്തിനവനവർ പേടിക്കുന്നത്? സത്യസന്ധമായ വസ്തുനിഷ്ഠമായി എക്കാലഘട്ടത്തും നിലനിൽക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ആശയങ്ങളാണെങ്കിൽ എന്തിന് പേടിക്കണം? എന്തിന് കാർട്ടൂണുകളെ പേടിക്കണം? എന്തിന് സിനിമകളെ പേടിക്കണം? അത് മതത്തിന് പ്രചാരമാകല്ലേ ചെയ്യുള്ളൂ. അതിലുള്ളതൊക്കെ മോശത്തരാണ്. ആരെങ്കിലും എടുത്ത് പറഞ്ഞാൽ മതത്തിന് വിഷമമായി പോകും. അതുകൊണ്ടാണത്. അതുകൊണ്ട് ഈ സെക്കുലറിസം എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പല ഭാഗത്തേക്കും ചെന്ന് ചേരുന്നു. സെക്കുലറിസം എന്ന കാലത്ത് നമ്മൾ ഇന്ത്യയിലുള്ളത് ആ സെക്കുലറിസം എന്ന വാക്ക് തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥത്തിലായാലും ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ പിന്നെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ അമേരിക്ക സെക്കുലാരിറ്റി ഒരു രാഷ്ട്രമാണല്ലോ, സെക്കുലറിസമാണല്ലോ. സെക്കുലറിസം പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടെ. ഒബാമ നോക്കൂ, അയാൾ വിജയിക്കാനുണ്ടായ പശ്ചാത്തലം തന്നെ എന്താ? എതിർ സ്ഥാനാർത്ഥിയെ അയാൾ ചെയ്ത നല്ല കാര്യത്തെ അയാൾ വാഴ്ത്തി പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി ചെയ്തത് നല്ല കാര്യമാണ്. കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ പങ്കാളികളായപ്പോൾ, രാജ്യക്ഷേമ പരിപാടിയിൽ പങ്കാളികളായപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മാറി വരുന്ന ഈ കക്ഷികൾ, രാഷ്ട്രീയക്കാർ, ഭരണകക്ഷി നല്ലത് ചെയ്താലും മോശാക്കിയതേ പറയൂ, ഒരിക്കലും നന്നാക്കി പറയില്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വിഷമമാണ്. അവിടെ അതില്ല. വസ്തുതകളെ സ്വീകരിക്കുന്നില്ല, സത്യസന്ധമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വിഷമം. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സെക്കുലർ ഇപ്പോൾ അമേരിക്കയിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഭരണരംഗത്ത് അത് തൊടിയിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ സെക്കുലറിസം എന്ന് പറയുമ്പോൾ വ്യഭിചരിച്ചു എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യം. ഇന്ന് ഭരണം, ഇപ്പോൾ നിയമ സംവിധാനങ്ങളിൽ പൊതു പൗരത്വം, പൊതു നിയമം ആണ് വേണ്ടത് സെക്കുലാരിസമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയിലല്ല ഉള്ളത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു നിയമം, മുസ്ലിങ്ങൾക്കൊരു നിയമം, ഹിന്ദുക്കൾക്കൊരു നിയമം. അങ്ങനെ വന്നാൽ പിന്നെ എന്ത് സെക്കുലറിസമാണ് രാജ്യത്തുള്ളത്? അല്ലെങ്കിൽ സെക്കുലർ സമസ്ത രാജ്യമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നത് ഒരു പൊതു സിവിൽ കോഡ്, പൊതു നിയമം രാജ്യത്തുണ്ടാവണം. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നോ ജാതി മതങ്ങൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് പൊതു നിയമം രാജ്യത്തുണ്ടാവണം. അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം, അതാണ് മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ രംഗത്ത് വരുന്നത്
ഇസ്ലാമിൻ്റെ നിയമം ഭേദഗതി ചെയ്തുകൂടാ, ഇസ്ലാം എന്നത് ശരീഅത്താണ്, ശരീഅത്ത് ഭേദഗതി ചെയ്തുകൂടാ എന്ന് പറയുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ മുഹമ്മദൻ ലോ എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചുവട്ടിലുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്. പാകിസ്ഥാനിൽ ഇസ്ലാമിക ശരീഅത്താണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഇസ്ലാമിക ശരീഅത്താണ്, ഖുർആൻ മാറ്റണോ മാറ്റണ്ടേ എന്ന് അവിടെ പറയാൻ പാടില്ല. ഇന്ത്യ രാജ്യത്ത് അത് പറഞ്ഞുകൂടാ. ഭരണഘടനയുടെ ഒരു ഇന്നത്തെ ഭരണഘടന താഴെയാണ് മുഹമ്മദൻ ലോ ഉള്ളത്. അതുകൊണ്ട് മാറ്റേ പറ്റൂ. ന്യൂനതകളുണ്ടെങ്കിൽ മാറ്റണം. ആ രീതി സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ ഇടതും വലതും അല്ലാത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ കിട്ടിയൊരു നേട്ടം, ആളുകളുടെ മുഖം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇപ്പോൾ ശൈശവ വിവാഹം നിർത്തലാക്കിയത് ഇവിടുത്തെ ബ്രിട്ടീഷ് സർക്കാരാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. ഇന്നാണ് ഞാൻ നടക്കൂല കേട്ടോ. 16, 9, 4 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് സമൂഹം എത്ര പുരോഗമിച്ചിട്ടും നിയമപരമായി നേരിടാൻ കഴിയില്ല. അന്നവർ ചങ്കുറ്റത്തോടെ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന, മുഹമ്മദ് അലി ഇവരൊക്കെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കൈകടത്താൻ പാടില്ല എന്ന്. അവരത് ചെവി കൊണ്ടില്ല. 4 സാക്ഷി സംവിധാനം പണ്ട് കോടതിയിലുള്ളത് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷ് സർക്കാർ വരുന്നത് വരെ ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ അധികാരം മുസ്ലിം ജഡ്ജിക്ക് മാത്രം. സാക്ഷി പറയേണ്ടത് മുസ്ലിങ്ങളായിരിക്കണം, വിധി പറയേണ്ടത് മുസ്ലിം പണ്ഡിതൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. ഇങ്ങനെ ഹിന്ദുക്കളിലുണ്ട് ശുദ്രനൊരു വിധി, പിന്നെ മുതിർന്നവന് മറ്റൊരു വിധി, ഇങ്ങനെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നിർത്തലാക്കിയത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേട്ടമാണ്. സ്ത്രീകളാകുമ്പോൾ 4 സാക്ഷി, ആണാകുമ്പോൾ 2, എല്ലാം കൂട്ടി ഒരു ഏകീകരണ സ്വഭാവം. ആണായാലും പെണ്ണായാലും ഇത്രേ പാടുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു നിയമമൊക്കെ എടുത്തു കളഞ്ഞു. ഇങ്ങനെ 100 നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ ഇപ്പം എല്ലാവർക്കും ഒന്നാണല്ലോ. ഇനി ആകെ 6 കാര്യത്തിലേ ഉള്ളൂ. അതിലെന്താ ഇപ്പോൾ വാശി? ഒന്ന് 4 കെട്ട്, ഒന്ന് സ്വത്തൊരുക്കൽ, വഖഫ്, വസിയ്യത്ത്, ഇങ്ങനെ കുടുംബത്തിൻ്റെ മൂലയിൽ ഒതുങ്ങുന്ന വളരെ കുറഞ്ഞ 6 കാര്യം. ഇതെന്താ മാറ്റിക്കൂടാന്ന് പറയുന്നത്? 4 കെട്ടാൻ വേണ്ടി തന്നെയാണ്. അല്ല എന്താ ഇപ്പോൾ പ്രശ്നം? ഇവിടെ നോക്കൂ, നമുക്കറിയാം ഇപ്പോൾ ഈ സദാചാര ഗുണ്ടായിസം കാണിച്ച ഈ എന്താ പറയുക, പിന്നെ ഇവിടെ പെരിന്തൽമണ്ണക്ക് അടുത്ത് ഒരു പെണ്ണ് മദ്യം വാങ്ങാൻ വേണ്ടി വരിക്കുന്നല്ലോ. വരിക്കുന്നപ്പോൾ അത് പെണ്ണുങ്ങളേതായാലും വരിക്കുന്നത്, മദ്യം വാങ്ങാൻ വേണ്ടി വരിക്കുന്നത് വളരെ മോശമായി ഒരു മുസ്ലിം ലീഗുകാരൻ പറഞ്ഞു. സദാചാര ഗുണ്ടായിസം വിശദീകരിച്ചപ്പോൾ ഒരു മുസ്ലിം ലീഗുകാരൻ പറഞ്ഞത്, ഒരു സ്ത്രീ അങ്ങനെ ഒരു പുരുഷനെ പോലെ, പുരുഷൻ ഏതാ വരിക്കുന്ന സ്ത്രീകൾ പോയിട്ട് മദ്യം വാങ്ങാൻ വരിക്കുക സ്വന്തം ഭർത്താവിന് വേണ്ടി. ഞാൻ ഇടത്തേക്ക് ചോദിച്ചു, ഈ നമ്മുടെ രാജ്യത്ത് മദ്യനിരോധനമായിരുന്നല്ലോ. EMS നമ്പൂതിരിപ്പാടുള്ളപ്പോഴാണ് മദ്യനിരോധനം 1957 എടുത്തു കളഞ്ഞത്. അന്ന് കൂടെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നില്ല? നിങ്ങളത് പറയണ്ടേ? ഇസ്ലാം അനുവദിച്ചതാണ്, ഇസ്ലാം അനുവദിക്കാത്തതാണ് മദ്യം. അതുകൊണ്ട് ഇസ്ലാം ഹറാമാക്കിയ സംഗതിയെ നിങ്ങളെ കൂടെ ഞങ്ങൾ പൊറുപ്പിക്കില്ല, നിരോധനം പാടില്ല, നിരോധിച്ചുകൊണ്ട് തന്നെ നിൽക്കട്ടെ, നിരോധനം എടുത്തു കളഞ്ഞ രാജ്യത്തൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയേണ്ടതെന്ന് അവർ പറഞ്ഞില്ല. കാരണം എന്താ അറിയോ? ഞമ്മക്കും വേണ്ടേ കുടിക്കുക. അന്ന് മുസ്ലിം ലീഗ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, കുടിക്കുന്നവർ കുടിച്ചോട്ടെ, കുടിക്കാത്തവർ കുടിക്കണ്ട. ഇവിടെ പിന്നെ 4 കെട്ടിന വിഷയം വരുമ്പോൾ അവർക്ക് അവിടുത്തെ 4 പെണ്ണും വേണം, കള്ളും വേണം എന്നുള്ളിടത്താണ് അവർ നിൽക്കുന്നത്. ഈ ഒരു നിലപാട് കാര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറയുകയാണ്. നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ നയങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇന്ന് ഇപ്പം അടുത്ത് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു, യൂനുസ് കുഞ്ഞ് പറഞ്ഞെന്താ, മുസ്ലിം ലീഗാണെന്ന് കേരളം ഭരിക്കുന്നത് എന്ന്. എന്നിട്ട് പിന്നീട് പറഞ്ഞു ജനങ്ങളാണ് അങ്ങനെ പറഞ്ഞു. ജനങ്ങൾ നല്ല യാഥാർത്ഥ്യമാണത്. ഇന്ന് മാറി മാറി വരുന്ന എല്ലാ കക്ഷികളും പാണക്കാട്, കൊടപ്പനക്കൽ ചെന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ കാൽ ചുവട്ടിലാണെന്ന് നമ്മുടെ കേരളമുള്ളത്. ഇന്ത്യയും ഇത് ഏകദേശ നിയമങ്ങൾ തന്നെയാണുള്ളത്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരിക്കാൻ, കാര്യങ്ങൾ തീരുമാനിക്കാൻ, നിർവചിക്കാൻ, ഒരു നിയമം കൊണ്ടുവരാൻ, ഭേദഗതി ചെയ്യാൻ നമ്മുടെ സമൂഹം, നമ്മുടെ ഈ മതരാഷ്ട്രവാദക്കാർ, രാഷ്ട്രീയക്കാർ അനുവദിക്കില്ല. ഇവിടെയാണ് യുക്തിവാദത്തിൻ്റെ പ്രസക്തി. യുക്തിവാദം എന്നത് ഏതെങ്കിലും ഒരു മതത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കുവാനോ ഉള്ളതല്ല. പക്ഷെ മതത്തിൻ്റെ ദോഷവശങ്ങൾ,
സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലെ രാഷ്ട്രീയക്കാർ പറയാൻ മടിക്കുന്ന മതസംഘടനക്കാർ വള്ളം ചേർത്ത് കൃത്രിമമായി അവതരിപ്പിക്കുന്ന മതേതര പോലത്തെ ഈ വിഷയങ്ങളെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി യഥാർത്ഥമായി ആളുകളെ ബോധ്യപ്പെടുത്താൻ യുക്തിവാദ പ്രസ്ഥാനത്തിനല്ലാതെ ആർക്ക് കഴിയും? ഇത് ഇടതുപക്ഷം പറയുമ്പോൾ അതനുസരിച്ച് പറയേണ്ടി വരും. കാരണം അവരെ കൂടെയാണ് ഈ കക്ഷികൾ ഭരിച്ചു മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ആണെങ്കിലും ഇത് പറയേണ്ടി വരും, വള്ളം ചേർത്തേ പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുന്നത്. യുക്തിവാദികളാകും പിന്നെ ഈ വളരെ ഇട്ടാവട്ടത്തിലുള്ള കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. പക്ഷേ ഈ കാര്യങ്ങൾ തന്നെ ആളുകൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. യുക്തിവാദികളുടെ വായിൽ നിന്നൊരു കാര്യം വരുന്നതും ബഹുഭൂരിപക്ഷമുള്ള സമൂഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതും അന്തരമായി സമൂഹം തന്നെ കാണുന്നുണ്ട്. നമുക്കറിയാം യുക്തിവാദികൾ ഇത്ര കുറച്ചായിട്ട് പോലും ഇപ്പോൾ ശബരിമല കേസ് അവിടെ പിന്നെ മകരജ്യോതിയെക്കുറിച്ച് കേസിന് പോയപ്പോൾ അത് വിധിയുണ്ടായി. ആകെ 4 ആളല്ലേ ഉള്ളൂ. ഇപ്പോൾ യുക്തിവാദികൾ കൊടുത്ത മറ്റൊരു കേസ് 5 വർഷമായി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരുപാട് കേസിലൂടെ നിയമത്തിലൂടെ നേടിയെടുക്കുന്ന 4 യുക്തിവാദികളാണ്. നമുക്കും ഈ മതേതരത്വത്തെ എങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിക്ക് നല്ലൊരു ഭാവിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമോ അതിലെല്ലാവരും പങ്കാളികളാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ബോധപൂർവമായിരിക്കില്ല എന്ന് തോന്നുന്നു അയ്യൂബ് സാർ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു സംശയമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. മറ്റ് സെമിറ്റിക് മതങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാ മതങ്ങളെയും ഒരുപോലെ തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമാണോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു സംസ്കാരം തന്നെയാണത്. പക്ഷേ അതും ഈ ഇസ്ലാമിക് സെമിറ്റിക് മതങ്ങൾ പോലെയുള്ള ഇസ്ലാമിക് മതം അടക്കമുള്ള സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അയ്യൂബ് സാറിന് മനസ്സിലാവും, ചില ആൾക്കാർക്കും മനസ്സിലാവുമായിരിക്കും, മറ്റു പലർക്കും മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ബാത്റൂമിൽ ഒരു മനുഷ്യൻ, ഞാനൊരു വ്യക്തി, ഒരു മുസ്ലിമായ ഒരു വ്യക്തി ആരും കേൾക്കാതെ വിജനമായൊരു സ്ഥലത്ത് വളരെ സേഫായി നിന്ന് ഏതെങ്കിലും ഒരു അള്ളാനെ അല്ലാതെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ വിധിപ്രകാരമല്ലാതെ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചാൽ അവൻ ഓട്ടോമാറ്റിക്കായി അവിടെ നിന്ന് വെളിയിൽ പോകും. ഞാനും ദൈവവും തമ്മിൽ നേരിട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷെ ഒരു ഹിന്ദുവായൊരു മനുഷ്യന് ആ ഹിന്ദു മതം എന്ന് വിളിക്കപ്പെടുന്ന, ഞാൻ വീണ്ടും അതൊന്നോടെ പറയുകയാണ്, ഹിന്ദുമതം എന്ന് വിളിക്കപ്പെടുന്ന ഈ മതം എന്ന് പറഞ്ഞ് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഇപ്പോൾ പരസ്യമായി പള്ളിയിൽ പോയി നമസ്കരിച്ചാലോ അല്ലെങ്കിൽ ചർച്ചിൽ പോയി കുരിശു വരച്ചാലോ അവൻ ആ മതത്തിൽ നിന്ന് വെളിയിലാകുന്നില്ല, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ വെളിയിലാകുന്നില്ല. അതുകൊണ്ട് എല്ലാ മതവും ഒരുപോലെ സെക്യുലറിസത്തെ തള്ളി പറയുന്നില്ല. ഹിന്ദുമതം അത് കുറച്ചുകൂടെ എനിക്ക് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, മതമുണ്ടായ സാഹചര്യത്തെ ഇസ്ലാമിലൊരു പുതിയ വാദം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ആദം നബി മുതൽ ഉണ്ടായിരിക്കുന്ന പ്രവാചകന്മാർ 10 ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെന്നും അത് 25 പ്രവാചകന്മാരുടെ പേരാണ് നമുക്ക് തന്നത്. ഇതൊന്നും ഞാൻ വിശ്വാസിയല്ല കേട്ടോ, ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല. ആ വിശ്വാസത്തിനപ്പുറത്തുള്ള അതിൻ്റെ മുഹമ്മദ് നബിക്ക് മുമ്പ് ജീവിച്ചിരുന്ന 25 പേരല്ലാത്തവരിൽ പലരുമായിരിക്കാം ശ്രീകൃഷ്ണനും ശ്രീരാമനുമെന്നും അതുകൊണ്ട് അവരെല്ലാവരും ദൈവിക പ്രവാചകന്മാരായിരുന്നു എന്നും മനുഷ്യൻ്റെ കൈകടത്തലിലൂടെ അവർ ഇസ്ലാമിന് വെളിയിൽ പോയതാണെന്നും യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും ഇസ്ലാം മതം തന്നെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള സംഘടനകളിലൂടെ പ്രചരിപ്പിക്കുന്നൊരു പുതിയ വാദം. പിന്നീടൊരു കാര്യമുള്ളത്, ഇസ്ലാം മതം ക്രിമിനൽ നിയമത്തെ ഒരിക്കലും ഇവിടെ നടപ്പാക്കണമെന്ന് ഒരു മുസ്ലിം സംഘടന ആവശ്യപ്പെടുന്നില്ല. ക്രിമിനൽ നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹൊറബിൾ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ഇതായിരിക്കും. കാരണം ആർക്കും തലയുണ്ടാവില്ല, ആർക്കും കൈയും കാലും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് ക്രിമിനൽ നിയമത്തെ അല്ല, ഇവർ സിവിൽ നിയമത്തിലാണ് ബലം പിടിക്കുന്നത് ഇപ്പോഴും. ഈ ഇത്ര അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് സെക്കുലറിസവുമായി കുറച്ചുകൂടെ ഒരു താരതമ്യപ്പെട്ടു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യൂബ് അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹൈന്ദവ മതം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സമൂഹം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. മറ്റൊന്ന്, ഹൈന്ദവതയിൽ ദേവീപൂജ ഉള്ളതോടൊപ്പം തന്നെ നാസ്തികതയും ആസ്തികതയും ഉൾക്കൊള്ളുന്നുണ്ട്. ഹൈന്ദവ മതത്തിൽ തന്നെ ദൈവത്തെ അംഗീകരിക്കാത്ത
നിയമങ്ങളും ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നവരും ഹൈന്ദവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കുലറിസ്റ്റ് ഇപ്പോൾ നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായെങ്കിലും അത് മതേതരമായി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ആശയങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു ഹൈന്ദവ ദർശനത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പല മതങ്ങളും വന്നിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഹൈന്ദവ സമൂഹത്തിന് കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം പറഞ്ഞതിനോട് തന്നെയാണ് എനിക്ക് യോജിപ്പുള്ളത്. പക്ഷേ ഇങ്ങനെ സെമിറ്റിക് മതങ്ങൾ സ്വീകരിക്കാത്തത് ഇത് രണ്ടിൻ്റെയും അടിസ്ഥാന ധാതുക്കൾ വ്യത്യാസമാണ്, അടിസ്ഥാന പ്രമാണങ്ങൾ വ്യത്യാസമായതുകൊണ്ടാണ്. പിന്നെ ഹിന്ദുക്കൾ അവരെ വേദം വല്ലാണ്ട് പഠിക്കുന്നില്ലല്ലോ. പഠിച്ചവർ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ നൽകി എല്ലാവരും ഉൾക്കൊള്ളിക്കാവുന്ന അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചർച്ചയിൽ അവസാനം ഞാൻ പങ്കെടുക്കാമെന്നൊക്കെ. ഇപ്പോൾ ഇടതുപക്ഷത്തിന് നല്ല നയങ്ങളും നല്ല ആശയങ്ങളും ഒക്കെ തന്നെയാണ് കമ്മ്യൂണിസം കാഴ്ചവെച്ചത്. പക്ഷേ ഈ നല്ല ആശയങ്ങളെ കൊണ്ടും രാജ്യം ഭരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്കിത് ഇങ്ങനെയൊക്കെ അഴകുഴമ്പം നയങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ പഴയകാല പുസ്തകങ്ങളും പിന്നീട് വന്ന പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അത് വേർതിരിവതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് കുറച്ചും കൂടി ഭേദം കമ്മ്യൂണിസമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആരാണ് ഇന്ന് BJP-നേക്കാളും കഷ്ടമായിട്ടുള്ളത്? അതെന്താണെന്ന് വെച്ചാൽ BJP-കാർ തുറന്ന് കാര്യം പറയുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ തുറന്ന് പറയാതെ അങ്ങനെയും ഇങ്ങനെയും മട്ടൽമ ചവിട്ടിയ കളി കളിക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം മതമില്ലാത്ത ജീവനില്ലാത്ത നിലപാടിലും മദ്രസയുടെ സമയമാറ്റത്തിലും ഒരുപാട് രംഗത്ത് അവർക്ക് കാഴ്ചവെക്കേണ്ട ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് അവർക്ക് ഭരിക്കണം എന്നുള്ളൊരു തന്ത്രം മാത്രമാണ്. ശരി, അവർ ഭരിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നിയമത്തിലൊന്നും അവർ കഴിവെച്ചില്ല? അപ്പോൾ ഭരണം അവർക്ക് പിന്നെയും 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 ഭരിക്കണം. അതുതന്നെയാണ്. അല്ല, അത് വെച്ചാൽ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട് അങ്ങനെ അത് ഓക്കെ. ആ വോയിസ് നമ്മൾ വേണ്ടത് നല്ല രീതിയിലാവണ്ടേ. ഇപ്പോൾ മുസ്ലിം ലീഗുകൾ ഭരിച്ചപ്പോൾ ഇവിടെ അറബി ഭാഷ കൊണ്ടുവന്നത് ലീഗ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ? നമുക്കറിയാലോ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ധീരമായി അയാൾ കൊണ്ടുവന്നു. എന്തുകൊണ്ട് ധീരമായിട്ട് ഇവർക്കിതൊരു നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അറബി ഭാഷ കേരളത്തിൽ പണ്ട് പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അറബി ഭാഷ പഠിപ്പിക്കൽ തുടങ്ങിയത്. സന്താന നിയന്ത്രണം അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ സമയത്തൊരു ബില്ല് വന്നപ്പോൾ അന്ന് 2 MP-മാരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എഴുന്നേറ്റെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. അപ്പോൾ അവർ ഭരണത്തിൽ എന്തിന് കയറിയോ അതവർ നടപ്പിലാക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവ വികാസമായ അർത്ഥഗർഭമായ ആശയമുള്ള കമ്മ്യൂണിസ്റ്റുകാരന് ഒരാൾക്ക് എഴുന്നേറ്റെന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർ പറയും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. സമൂഹം മാറുമ്പോൾ മതം താനെ ഇല്ലാണ്ടാകും. അതെങ്ങനെ